നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ അമൽ സനാതനം. നമ്മൾ 27 നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ ഈ 2027 മലയാള പുതുവർഷകാലത്തെ പൊതുഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നടത്തിയത് വിശാഖം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു മലയാള വർഷക്കാലം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ അധ്യായത്തിൽ അനിഴം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വരുന്ന പുതുവർഷം എപ്രകാരം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. അനിഴത്തിനെ സംബന്ധിച്ച് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു വർഷമാണ് ഈ വരാനിരിക്കുന്ന മലയാള വർഷക്കാലം എന്ന് പറയുന്നത്. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ, ഒന്ന്, സാമ്പത്തിക സ്രോതസ്സ് വർദ്ധിക്കുന്ന കാലഘട്ടം. അസ്ഥി സംബന്ധമായ രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം. ഭൂമിക്രയ വിക്രയങ്ങൾക്ക് അത്ര അനുകൂല സമയമല്ല. കൃഷിയിൽ ചെറിയ തോതിലുള്ള നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയക്കാർക്ക് സ്ഥാനലബ്ധി ഉണ്ടാകും. കലാകാരന്മാർക്ക് പ്രശസ്തി വർദ്ധിക്കും. അടുത്ത ഏതെങ്കിലും ബന്ധുവിൻ്റെ, പ്രത്യേകിച്ചും വയോജനങ്ങളുടെ ഏതെങ്കിലും ബന്ധുവിൻ്റെ വിയോഗത്തിനും സാധ്യത കാണുന്നു. പൊതുവായിട്ട് പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായ അനിഴം നക്ഷത്ര ജാതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ വരുന്ന മലയാള വർഷക്കാലം ഗുണകരമായ ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ചും ഇടയ്ക്ക് വെച്ചിട്ട് എന്തെങ്കിലും കോഴ്സുകളൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന് സ്റ്റോപ്പായിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും തുടരാനും ആ കോഴ്സ് പൂർത്തീകരിക്കുവാനും അതിലൂടെ ഒരു നല്ല ഭാവി പണിതെടുക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു കാലയളവാണ്. ഒരുപാട് പേരുടെ നല്ല ഉപദേശങ്ങൾ ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ് അനിഴം നക്ഷത്ര ജാതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത്. ആ ഉപദേശങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു വ്യക്തിത്വമായിട്ട് നിങ്ങൾക്ക് സമൂഹത്തിൽ ഉയർന്നു വരുവാൻ സാധിക്കും. തൊഴിൽപരമായിട്ട് ഏത് തൊഴിലനുഷ്ഠിക്കുന്ന അനിഴം നക്ഷത്ര ജാതരായിരുന്നാലും ആ തൊഴിലിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു പുരോഗമനമുണ്ട്. ഒരുപാട് വർക്കുകൾ, ഒരുപാട് പ്രോജക്റ്റുകൾ നിങ്ങളെ തേടിയെത്തുന്ന ഒരു വർഷമാണ്. പ്രത്യേകിച്ചും സർക്കാർ മേഖലയിലും അതുപോലെ തന്നെ ഈ എഞ്ചിനീയറിംഗ് ഫീൽഡ്, അത് ഏതായിരുന്നാലും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആയിരുന്നാലും IT മേഖല ആയിരുന്നാലും അല്ലാതെയുള്ള എഞ്ചിനീയറിംഗ് ഫീൽഡ് ആയിരുന്നാലും ഏതിലായിരുന്നാലും ഒരുപാട് തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വരുന്ന ഒരു വർഷമാണ് ഇനി വരാനിരിക്കുന്ന മലയാള വർഷം എന്ന് പറയുന്നത്. പുതിയ തൊഴിലന്വേഷകർക്കും അനിഴം നക്ഷത്ര ജാതരായിട്ടുള്ള പുതിയ തൊഴിൽ അന്വേഷകർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, പ്രത്യേകിച്ച് നിങ്ങൾ പഠിച്ച വിദ്യയിലൂടെ നിങ്ങൾക്കൊരു നല്ല തൊഴിൽ അവസരം ലഭ്യമാകുന്ന ഒരു കാലഘട്ടമാണ് ഈ മലയാള വർഷം എന്ന് പറയുന്നത്. സാമ്പത്തികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, സാമ്പത്തികമായി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിരവധി സ്രോതസ്സുകൾ വർദ്ധിക്കുന്ന ഒരു വർഷമാണ്. സ്രോതസ്സുകൾ വർദ്ധിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അല്ലാതെ തന്നെ പല തരത്തിലുള്ള സാമ്പത്തിക ഉന്നമനം നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു മലയാള വർഷമാണ് ഇനി വരാനിരിക്കുന്ന ഈ ഒരു കാലയളവ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികമായി ഒന്ന് മെച്ചപ്പെട്ട് വരുവാൻ അനിഴം നക്ഷത്ര ജാതകർക്ക് നല്ല ഒരു വർഷമാണ് ഈ മലയാള വർഷം. കുടുംബ സംബന്ധമായിട്ട് കുടുംബത്തിൽ പൊതുവെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷവും മറ്റു കാര്യങ്ങളുമൊക്കെ നിലനിൽക്കും. അതിലൂടെ നല്ല രീതിയിലുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ കുടുംബജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തരണം ചെയ്യുവാൻ ഈ ഒരു കാലയളവ് വളരെയധികം ഗുണകരമാണ്. കാരണം നിങ്ങളിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പിണക്കങ്ങളോ വാക്തർക്കങ്ങളോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് മാറ്റാൻ സാധിക്കുന്ന വർഷമാണ്. പഴയതിനേക്കാൾ കൂടുതൽ കുടുംബത്തിൽ നല്ല രീതിയിലുള്ള സന്തോഷകരമായിട്ടുള്ള നിരവധി അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു വർഷം കൂടിയാണ്. വിവാഹപരമായിട്ട് വൈവാഹിക സംബന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അനിഴം നക്ഷത്ര ജാതരായിട്ടുള്ള പുരുഷന്മാർക്കും സ്ത്രീജനങ്ങൾക്കും വിവാഹത്തിന് അനുകൂലമായ വർഷമാണ് ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത്. വിവാഹത്തിലൂടെ ഉന്നമനം, നല്ല രീതിയിലുള്ള ഉന്നമനം നിങ്ങൾക്കുണ്ടാകും. കാരണം നിങ്ങളുടെ മനസ്സിനിണങ്ങുന്ന ഒരു പങ്കാളിയെ നിങ്ങൾക്ക് കണ്ടെത്തുവാനും ആ കണ്ടെത്തലിലൂടെ നിങ്ങൾക്ക് നല്ല ഉയർച്ച ജീവിതത്തിൽ സൃഷ്ടിച്ചെടുക്കുവാനും ഒക്കെ സാധിക്കും. വിവാഹത്തിന് ശേഷം കുറേ കൂടി ഐശ്വര്യം സിദ്ധിക്കുന്ന നക്ഷത്രങ്ങളിൽ പെടുന്നതാണ് അനിഴം നക്ഷത്രം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവാഹത്തിന് നല്ല ഒരു സമയമാണ് അനിഴം നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് ഈ ഒരു കാലയളവെന്ന് പറയുന്നത്. പ്രണയ സംബന്ധമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ പ്രണയത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ആ നഷ്ടങ്ങളൊക്കെ നികത്താൻ സാധിക്കുകയും അതുപോലെ തന്നെ പുതിയ പ്രണയബന്ധങ്ങൾ, അതായത് നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വർഷമാണ് ഈ മലയാള വർഷം എന്ന് പറയുന്നത്. വിദേശയാത്ര സംബന്ധമായിട്ട് പറഞ്ഞാൽ വിദേശയാത്രയിലൂടെ അനിഴം നക്ഷത്ര ജാതകർക്ക് നല്ല ഉയർച്ച ഉണ്ടാകുന്ന കാലയളവ്. പക്ഷേ വൃശ്ചികം, ധനു, മകരം എന്നീ മാസങ്ങൾ വിദേശയാത്രയ്ക്ക് അനിഴം നക്ഷത്ര ജാതകർക്ക് അത്ര ഗുണകരമായിട്ട് കാണുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെയും നിങ്ങൾക്ക് അതിലൂടെ ഈ ഒരു 3 മാസങ്ങൾ ഒഴിച്ച് മറ്റേത് മാസങ്ങളിൽ നിങ്ങൾ പോയാലും നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകും. ഈ മാസങ്ങളിൽ ഇപ്പോൾ യാത്ര നിശ്ചയിച്ചു വെച്ചിരിക്കുന്നവർ മാറ്റണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ അതിന് മുമ്പായിട്ട് അവസാനം പറയുന്ന ചില ദോഷപരിഹാരാർത്ഥമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ പോകുന്നത് ഗുണകരമായിരിക്കും.
എന്തായാലും വിദേശയാത്രയിലൂടെ അനിഴം നക്ഷത്ര ജാതർക്ക് സാമ്പത്തിക ഉന്നതിയും നിരവധി വ്യക്തിബന്ധങ്ങളുമൊക്കെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു കാലയളവാണ്. ഭൂമി സംബന്ധമായിട്ട് ഈ ഭൂമിക്രയ വിക്രയ സംബന്ധം, പ്രത്യേകിച്ചും വസ്തു വാങ്ങുവാനും വിൽക്കുവാനും അനിഴം നക്ഷത്ര ജാതർക്ക് ഈ ഒരു മലയാള വർഷക്കാലം അത്ര ഗുണകരമായിട്ട് കാണുന്നില്ല. അഥവാ നിങ്ങളിത് വിറ്റ് കഴിഞ്ഞാലും നിങ്ങൾക്ക് കുറച്ച് ചെറിയ നഷ്ടങ്ങളോടുകൂടിയേ നിങ്ങൾക്കത് വിൽക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. വാങ്ങുമ്പോഴും അങ്ങനെ ആയിരിക്കും. കൈനഷ്ടങ്ങളിലൂടെ മാത്രമേ നിങ്ങൾക്കത് സ്വന്തമാക്കാൻ ഈ മലയാള വർഷത്തിൽ സാധിക്കുകയുള്ളൂ. കൃഷി സംബന്ധമായിട്ട്, കാർഷിക സംബന്ധമായിട്ട് പറഞ്ഞാലും അവസാനത്തെ 4 മാസക്കാലം കാർഷിക സംബന്ധമായിട്ട് കുറച്ച് നഷ്ടങ്ങൾ അനിഴം നക്ഷത്ര ജാതർക്ക് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ പുതിയ വ്യവസായങ്ങൾ തുടങ്ങുവാനും പുതിയ ബിസിനസ്സുകളിൽ ഏർപ്പെടുവാനും അതിലൂടെ ലാഭം കൊയ്തെടുക്കുവാനുമൊക്കെ അനിഴം നക്ഷത്ര ജാതർക്ക് ഈ ഒരു മലയാള വർഷ കാലയളവ് വളരെ ഗുണകരമാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ഉയർച്ച നിങ്ങൾക്കതിൽ നിന്നും നേടിയെടുക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കും. ആത്മാർത്ഥമായ പ്രയത്നമുള്ള നക്ഷത്രങ്ങളിൽ പെടുന്നതാണ് അനിഴം നക്ഷത്ര ജാതരൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്ക് നല്ല തോതിലുള്ള ഒരു ഉയർച്ച അല്ലെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ഉന്നമനം വരുന്ന ഒരു മലയാള വർഷമാണ് ഇനി വരാനിരിക്കുന്നത്. രാഷ്ട്രീയപരമായിട്ട് പറഞ്ഞാൽ രാഷ്ട്രീയക്കാർക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ സ്ഥാനലബ്ധി ഉണ്ടാകുന്ന വർഷം. സ്ഥാനലബ്ധി ഉണ്ടാകുന്നത് ചെറിയ സ്ഥാനലബ്ധി ഒന്നും ആയിരിക്കില്ല, വളരെ ഉയർന്ന സ്ഥാനലബ്ധികൾ സിദ്ധിക്കുന്ന ഒരു വർഷമാണ് ഇനി വരാനിരിക്കുന്ന മലയാള വർഷം എന്ന് പറയുന്നത്. അതുപോലെ ഇലക്ഷൻ സംബന്ധമായിട്ടൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള അനിഴം നക്ഷത്ര ജാതർക്കും വിജയസാധ്യത വളരെയധികം കൂടുതലാണ്. ആത്മാർത്ഥമായ പ്രയത്നം ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മേഖലയിൽ ഉയർന്ന് മുന്നേറുവാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ഇല്ല. കലാപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കലാകാരന്മാരായിട്ടുള്ള അനിഴം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് പ്രശസ്തി വർദ്ധിക്കുന്ന ഒരു കാലയളവാണ്. പ്രശസ്തി വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ തോതിലുള്ള വർധനമായിരിക്കില്ല. ഒന്നുകിൽ നിങ്ങളുടെ നാട് മുഴുവൻ അല്ലെങ്കിൽ നിങ്ങളുടെ നാട് വിട്ട് മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ നിങ്ങൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട്, ഒരു കലാകാരനായിട്ട് ഉയർന്നു വരുന്ന വർഷമാണ് ഇനി വരാനിരിക്കുന്ന കാലയളവ്. ആരോഗ്യപരമായിട്ട് ഞാനത് നേരത്തെ സൂചിപ്പിച്ച പോലെ ആരോഗ്യപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അപ്പം അത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഇപ്പം നട്ടെല്ല് വേദന, കാൽമുട്ട് വേദന, കഴുത്തിന് വേദന അനുഭവപ്പെടുക, ഈ ജോയിൻറ്റുകൾക്ക് പെയിൻ അനുഭവപ്പെടുക, അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനു വേണ്ട വൈദ്യസഹായം കൃത്യമായി എടുത്ത് തന്നെ നിങ്ങൾ മുമ്പോട്ട് പോകണം. ഇല്ലെങ്കിൽ ആ രോഗം മൂർച്ഛിക്കുകയും പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലോട്ടൊക്കെ എത്തിപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. പൊതുവായിട്ട് പിന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞത് മറ്റേ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യം, അടുത്ത ഒരു ബന്ധുവിൻ്റെ വിയോഗം പറഞ്ഞിട്ടുണ്ട്. അത് ഈ വയോജനമായിട്ടുള്ള, അതായത് വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന ആരുടെയെങ്കിലുമൊക്കെ മരണം സംഭവിക്കാൻ ഈ ഒരു മലയാള വർഷക്കാലത്തിൽ വളരെയധികം സാധ്യതയുണ്ട്. അനിഴം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ പൊതുഫലത്തിൽ വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, പൊതുവായിട്ട് പറഞ്ഞാൽ അനിഴത്തിന് ഇപ്പോൾ ഈ വിശാഖത്തിൻ്റെയൊക്കെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അനിഴത്തിന് കുറച്ച് ഗുണകരമായിട്ടുള്ള നിരവധി മാറ്റങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു കാലയളവ്. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ നിങ്ങൾക്കുണ്ടായിരുന്നതിൽ നിന്നും ഒരു റിലാക്സേഷൻ നിങ്ങൾക്ക് വരുന്ന ഒരു വർഷമാണ് ഈ വരുന്ന മലയാള വർഷം എന്ന് പറയുന്നത്. ദോഷപരിഹാരാർത്ഥം ശാസ്താവിനെ നന്നായിട്ട് ഭജിക്കുന്നതും ശാസ്താക്ഷേത്ര ദർശനം നിർബന്ധമാക്കുന്നതും നല്ലതായിരിക്കും. അത് അയ്യപ്പ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തുന്ന സമയത്ത് ഭഗവാന് നീരാജനം സമർപ്പിക്കുന്നതിനോടൊപ്പം കർപ്പൂര സമർപ്പണവും അതുപോലെ ഭസ്മാഭിഷേകവും ചെയ്യിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അത് ഒരുപാട് തരത്തിലുള്ള ശ്രേഷ്ഠത നിങ്ങൾക്ക് ജീവിതത്തിൽ കടന്നു വരുന്നതിന് കാരണമാകും. അതുപോലെ കുബേര ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കണം, കുബേര ലക്ഷ്മിയെ നന്നായിട്ട് പ്രാർത്ഥിക്കണം, കുബേര മന്ത്രം ജപിക്കുന്നത്, മഹാലക്ഷ്മി ദേവിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതും, മഹാലക്ഷ്മി സ്തുതി പ്രാർത്ഥിക്കുന്നതും ഒക്കെ വളരെ നല്ല. ഇപ്പം മഹാലക്ഷ്മിയുടെ ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ് നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രകഥാഹസ്തേ ശ്രീ മഹാലക്ഷ്മി നമസ്തേ എന്ന് തുടങ്ങുന്ന ആ സ്തുതി, ശങ്കരാചാര്യ വിരചിതമായിട്ടുള്ള സ്തുതി. അത് ജപിച്ചാലും മതിയാവും. പക്ഷെ അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്നതാണ് ഏറ്റവും നല്ലത്, രാവിലെയും വൈകിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് നിലവിളക്ക് കൊളുത്താൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ തന്നെയും മനസ്സിലെങ്കിലും ഈ ഒരു മന്ത്രം ജപിച്ചു പോകുന്നത് വളരെ ഗുണകരമായിരിക്കും. ഒരുപാട് തരത്തിലുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഫലങ്ങൾ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന ഒരു വർഷമാണ് അനിഴത്തിനെ സംബന്ധിച്ച് ഈ ഒരു മലയാള വർഷം. അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ കൃത്യമായി നിങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുക. ഇനി എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ, ഇപ്പം ഞാൻ പറഞ്ഞതിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ വിദേശയാത്രയ്ക്ക് ഞാൻ പറഞ്ഞ 3 മാസങ്ങളിൽ തയ്യാറെടുത്തിരിക്കുന്നവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളതിന് ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് തൊട്ടടുത്ത് ഏതെങ്കിലും
ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ ശിവന് കൂവളമാല സമർപ്പിക്കുന്നതും അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക് വെണ്ണനേദ്യവും കുങ്കുമ സമർപ്പണവും ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് യാത്ര ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല. യാത്ര പുറപ്പെടുന്ന സമയത്ത് ഈ 3 മാസം പറഞ്ഞ ഈ പ്രശ്നങ്ങളുള്ള 3 മാസക്കാലം പുറപ്പെടുന്ന ആ സമയത്താണ് പുറപ്പെടുന്നതെന്നുണ്ടെങ്കിൽ രാമനാമം ജപിച്ച് നിങ്ങൾക്ക് ഇറങ്ങാവുന്നതാണ്. ഈശ്വര അനുഗ്രഹം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. ഇതര മതസ്ഥരായിട്ടുള്ള അനിഴം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ മതാനുഷ്ഠാനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന നല്ല ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുക. മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ആർക്കും ഒരു ദ്രോഹവും വരാത്ത രീതിയിലുള്ള പ്രവൃത്തിയിൽ ഏർപ്പെട്ടു പോവുകയും ചെയ്യുക. എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഈ ഒരു മലയാള വർഷത്തിൽ അനിഴം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈശ്വരനാൽ സിദ്ധിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.